പാതി വിലയിൽ സ്കൂട്ടർ തട്ടിപ്പ്. കോൺഗ്രസ് ബി.ജെ.പി. നേതാക്കൾ കുരുക്കിൽ. ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലേക്ക് 11 ലക്ഷം അനന്തു കൃഷ്ണൻ അയച്ചതിന് തെളിവ്. ഓഫർ തട്ടിപ്പിൽ പ്രതിയായവരിൽ ശ്രീ സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിന്റെ മുഖവും. താൻ ചതിക്കപ്പെട്ടെന്ന് വിശദീകരിച്ച് ആനന്ദകുമാർ. പല പ്രമുഖരും അകത്തായേക്കും. NGO കോൺഫെഡറേഷൻ വൻ പ്രതിസന്ധിയിൽ. പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകിയുള്ള തട്ടിപ്പ് കേസിൽ തുടർ അറസ്റ്റുകൾ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിനു ശേഷമാകും ഉണ്ടാവുക. കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്നതിനുള്ള ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങും. കേസിൽ പ്രമുഖ കോൺഗ്രസ് വനിതാ നേതാവ് ലാലി വിൻസെന്റും പ്രതിയാണ്. ബി.ജെ.പി. നേതാവ് AN രാധാകൃഷ്ണനെതിരെയുള്ള ആരോപണവും പരിശോധിക്കും. നിലവിൽ ബി.ജെ.പി. നേതാക്കളെ പ്രതി ചേർത്തിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ഇരുചക്രവാഹനം പകുതി വിലയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം നൽകി കോടികൾ തട്ടിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ പ്രതിയാക്കിയത് തെളിവ് പരിശോധിച്ചാണെന്നാണ് പോലീസ് പറയുന്നത്. ലാലി വിൻസെന്റിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ലാലി 7ാം പ്രതിയാണ്. തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണന്റെ സീഡ് സൊസൈറ്റിയുടെ ലീഗൽ അഡ്വൈസറാണ് ലാലി. സീഡ് സൊസൈറ്റി കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ, KN ആനന്ദകുമാർ, ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ, ഷീബ സുരേഷ്, KP സുമ, ഇന്ദിര, ലാലി വിൻസെന്റ് എന്നിവരെ പ്രതി ചേർത്താണ് കണ്ണൂർ ടൗൺ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇരുചക്രവാഹനത്തിനായി 60,000 രൂപ അടച്ചു കാത്തിരിക്കുന്ന സ്ത്രീകളാണ് പരാതിക്കാരിലേറെയും. സമാനതകളില്ലാത്ത സേവന പ്രവർത്തനങ്ങളിലൂടെ ലോക ശ്രദ്ധയെ ആകർഷിച്ച ശ്രീ സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിന്റെ മുഖമാണ് കേസിലെ ഒരു പ്രതിയായ KN ആനന്ദകുമാർ. പകുതി വില തട്ടിപ്പിൽ അനന്തകൃഷ്ണൻ തന്നെ ആയുധമാക്കിയെന്നും വഞ്ചിച്ചുവെന്നും ആരോപണ വിധേയനായ KN ആനന്ദകുമാർ പ്രതികരിച്ചിട്ടുണ്ട്. സുതാര്യതയിൽ സംശയം തോന്നിയപ്പോഴാണ് ഫെഡറേഷനിൽ നിന്ന് രാജിവെച്ചതെന്നും ആനന്ദകുമാർ പറയുന്നു. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ആണ് അനന്തു കൃഷ്ണനെ പരിചയപ്പെടുത്തിയത്. സായി ട്രസ്റ്റിന് CSR ഫണ്ട് വാഗ്ദാനം ചെയ്തായിരുന്നു സന്ദർശനമെന്നും ആനന്ദകുമാർ പറഞ്ഞു. തട്ടിയെടുത്ത പണം മുഴുവൻ അനന്തു കൃഷ്ണന്റെ കമ്പനിയിലേക്കാണ് പോയത്. ആ കമ്പനിയിൽ പങ്കാളികളില്ലെന്നും തട്ടിപ്പിൽ മറ്റാർക്കും പങ്കില്ലെന്നും ആനന്ദകുമാർ പറയുന്നു. താൻ രൂപീകരിച്ച NGO കോൺഫെഡറേഷനെ അനന്തു ആയുധമാക്കിയെന്നും അദ്ദേഹം പറയുന്നു. ഫെഡറേഷന്റെ കോർഡിനേറ്റർ പദവിയിൽ ഇരുന്നാണ് അനന്തു തട്ടിപ്പ് നടത്തിയത്. പദവി നൽകിയത് താനടങ്ങിയ ഡയറക്ടർ ബോർഡ് യോഗമാണെങ്കിലും അനന്തുവിനെ സംഘടനയിലേക്ക് ക്ഷണിച്ചത് ആരാണെന്നതിൽ ആനന്ദകുമാർ വ്യക്തമായ മറുപടി നൽകില്ല. സ്വയം അറിഞ്ഞു വന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. അനന്തു കൃഷ്ണനുമായി ഇടപാട് നടത്താൻ ആരെയും താൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും പണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റിട്ടില്ലെന്നും ആനന്ദകുമാർ കൂട്ടിച്ചേർത്തു. സംഘടനയിലുള്ളവരാണ് എല്ലാത്തിനും പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. NGO കോൺഫെഡറേഷന്റെ ചുമതലയിൽ നിന്ന് ആനന്ദകുമാർ ഒഴിഞ്ഞ സാഹചര്യവും പരിശോധിക്കുന്നുണ്ട്. NGO കോൺഫെഡറേഷനെ പ്രതിസന്ധിയിലാക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലേക്ക് അനന്തു കൃഷ്ണൻ അയച്ചത് 11 ലക്ഷം രൂപയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ബാങ്ക് രേഖകൾ മൂവാറ്റുപുഴ പോലീസിന് ലഭിച്ചു. അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്നാണ് തുക നൽകിയത്. ഇവർ തമ്മിൽ കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അന്വേഷണം പുരോഗമിക്കുന്നതനുസരിച്ച് പുതിയ രാഷ്ട്രീയക്കാരുടെ പേരുകൾ ഇനിയും പുറത്തുവരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആട് മാഞ്ചിയം തട്ടിപ്പുകൾക്ക് ശേഷം നടന്നിരിക്കുന്ന ഈ വമ്പൻ തട്ടിപ്പ് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്.